നമസ്കാരം. റെഡ് അലർട്ടിനായി ഇനി കാത്തിരിക്കരുത്. ഓറഞ്ച് അലർട്ട് ലഭിക്കുമ്പോൾ തന്നെ മുന്നൊരുക്കം നടത്തണം. കേന്ദ്രം ഒന്നും അറിയിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണത്തോട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മേധാവി മൃത്യുഞ്ജയ മോഹപാത്രയ്ക്ക് പറയാനുള്ളത് ഇതാണ്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മുന്നറിയിപ്പ് സംബന്ധിച്ച വിവാദത്തിലായിരുന്നു പ്രതികരണം. ആരും റെഡ് അലർട്ടിനായി കാത്തിരിക്കേണ്ടതില്ലെന്നും ഓറഞ്ച് അലർട്ടിൽ തന്നെ നടപടിയെടുക്കണമെന്നതുമാണ് കേന്ദ്ര ഏജൻസിയുടെ നിർദ്ദേശം. ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 1 വരെ പടിഞ്ഞാറൻ തീരത്തും രാജ്യത്തിന്റെ മധ്യഭാഗങ്ങളിലും കനത്ത മഴ ലഭിക്കുമെന്ന് തങ്ങൾ പ്രവചിച്ചിരുന്നു. ജൂലൈ 25 നൽകിയ യെല്ലോ അലർട്ട് ജൂലൈ 29 വരെ തുടർന്നു. 29 ഓറഞ്ച് അലർട്ടും പുറപ്പെടുവിച്ചു. ജൂലൈ 30 അതിരാവിലെ 20 സെന്റിമീറ്റർ വരെ മഴ പ്രതീക്ഷിക്കുന്ന റെഡ് അലർട്ട് നൽകി. ഓറഞ്ച് അലർട്ട് എന്നാൽ നടപടികൾക്ക് തയ്യാറാകുക എന്നതാണ് അർത്ഥമാക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. റെഡ് അലർട്ടിനായി കാത്തിരിക്കേണ്ടതില്ലെന്നാണ് തത്വത്തിൽ പറയുന്നത്. സമാനമായ മുന്നറിയിപ്പാണ് ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും നൽകിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടാവുമെന്ന് കേരളത്തിന് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നും അത് മുഖവിലക്കെടുത്ത് ദുർബല മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നെങ്കിൽ നാശനഷ്ടം കുറയ്ക്കാനാകുമായിരുന്നുവെന്നും പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു. എന്നാൽ ഇതെല്ലാം വസ്തുതാവിരുദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ഇതോടെയായിരുന്നു വിവാദമായത്. ഇതിനെ തുടർന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മേധാവി മൃത്യുഞ്ജയ മോഹപാത്ര പ്രതികരണം നടത്തിയത്. പ്രശ്നമുണ്ടാകുമ്പോൾ ആരുടെയെങ്കിലും പെടലിക്കിട്ട് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയാൽ രക്ഷപ്പെടാനാവുമോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. അമിത്ഷാ പറയുന്നത് കാലാവസ്ഥാ മുന്നറിയിപ്പാണ്, അത് എല്ലാ കാലത്തും ഗൗരവമായി എടുക്കാറുണ്ട്. ദുരന്തത്തിന് മുൻപ് ഒരു തവണ പോലും പ്രദേശത്ത് റെഡ് അലർട്ട് നൽകിയിരുന്നില്ല. ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപകട ദിവസം രാവിലെ 6 മണിക്കാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിലായിരുന്നു ഓറഞ്ച് അലർട്ടിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കേന്ദ്ര ഏജൻസി വിശദീകരിച്ചത്. അതിനിടെ കേരളം അതിനനുസരിച്ചുള്ള നടപടികളും സ്വീകരിച്ചു. ഇപ്പോൾ വളയം മലയോര മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുന്നു. മഴ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് നടപടി. കുറ്റ്യാടിക്ക് സമീപ പ്രദേശമായ വളയം, ചെക്കിയാട് ഗ്രാമപഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന അഭയഗിരി, കണ്ടിവാതുക്കൽ, ആയോട് മേഖലയിലെ ആളുകളെയാണ് മാറ്റുന്നത്. മുഴുവൻ കുടുംബങ്ങളെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാണ് എത്തിക്കുന്നത്. പ്രദേശത്ത് ഇതിനായി 2 ക്യാമ്പുകൾ ആരംഭിച്ചു. പൂവംവയൽ LP സ്കൂൾ, കുറുവന്തേരി UP സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. അതിനിടെ മുണ്ടക്കയെ ചൂരൽമലയുമായി ബന്ധിപ്പിക്കാനായി സൈന്യമൊരുക്കിയ ബെയിലി പാലത്തിന്റെ നിർമ്മാണവും പൂർത്തിയായിരുന്നു. 24 ടൺ ശേഷിയും 190 അടി നീളവുമുള്ള പാലം നിർമ്മിച്ചിരിക്കുന്നത് മദ്രാസ് റെജിമെന്റിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. പുഴയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ചാണ് പാലത്തിന്റെ തൂൺ സ്ഥാപിച്ചിരിക്കുന്നത്. പാലത്തിന്റെ നിർമ്മാണത്തിന് ശേഷം സൈനിക വാഹനം കയറ്റി പാലത്തിന്റെ ബലവും പരിശോധിച്ചു. അതുകൊണ്ട് തന്നെ കൂടുതൽ യന്ത്രങ്ങൾ മുണ്ടക്കയിൽ എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്താനാകും. അതിനിടയിൽ ദുരന്ത മേഖല സന്ദർശിക്കുന്നതിൽ നിന്ന് ശാസ്ത്രജ്ഞരെ വിലക്കിയിട്ടില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഉരുൾപൊട്ടലിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർ മാത്രമല്ല ശാസ്ത്രജ്ഞരും ഒന്നും മാധ്യമങ്ങളോട് മിണ്ടരുതെന്ന സർക്കാർ ഉത്തരവിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നിരുന്നു. ഇതോടെയായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയത്. വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്ത് ദുരന്ത മേഖലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവിടം സന്ദർശിക്കരുതെന്നും അഭിപ്രായം പറയരുതെന്നും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളോടും ശാസ്ത്രജ്ഞരോടും സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആവശ്യപ്പെടണമെന്ന് നിർദ്ദേശം നൽകിയതായ വാർത്ത തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതാണ്. അത്തരമൊരു നയം സംസ്ഥാന സർക്കാരിനില്ല. അങ്ങനെ ദ്വേഷിപ്പിക്കും വിധം ആശയവിനിമയം നടത്തിയത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉടൻ പിൻവലിക്കാൻ ഇടപെടണമെന്ന് ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഉത്തരവിനെതിരെ ഇടതനുഭാവികൾ പോലും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ദുരന്ത സമയത്ത് നിയന്ത്രണങ്ങൾ ആവശ്യമെന്ന് അഭിപ്രായപ്പെടുന്നവരും ഏറെയുണ്ടായി. യാതൊരു ന്യായീകരണവുമില്ലാത്ത നിർദ്ദേശമെന്നും ശാസ്ത്ര സ്ഥാപനങ്ങൾക്ക് സ്വതന്ത്രമായി പഠിക്കാനും നിഗമനങ്ങളിലെത്താനും കഴിയണമെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടു. തട്ടിക്കൂട്ട് ശാസ്ത്രം റിപ്പോർട്ട് വേണ്ട എന്നല്ലേ ഉദ്ദേശിച്ചതെന്ന് മറുവിഭാഗം ചോദിക്കുന്നു. എന്നാൽ സർക്കാരിന് ഹിതകരമല്ലാത്ത ശാസ്ത്ര പഠനങ്ങൾ തൽക്കാലം വെളിച്ചം കാണാതിരിക്കാനുള്ള ഇടപെടലാണെന്നും ചിലർ വിമർശനം ഉന്നയിച്ചു.